കോൺഗ്രസിൽ വീണ്ടും മക്കൾ രാഷ്ട്രീയം. മുൻ പ്രതിരോധ മന്ത്രിയും മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ടാണ് അനിൽ ആന്റണിയുടെ രംഗപ്രവേശം. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. നവദൂതൻ ഫൗണ്ടേഷൻ, സൈബർ ഇന്ത്യ എന്നിവയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന അനിൽ ആന്റണി പതുക്കെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനിൽ ആന്റണി ഡിജിറ്റൽ മീഡിയയിലൂടെ നേതൃത്വം നൽകിയിരുന്നു. കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ കരുത്തു തെളിയിച്ച ആളാണ് അനിൽ ആന്റണി. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് അനിൽ ആന്റണിയും അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേലും ചേർന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് കർണാടക, രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകളിലും ഇവർ ഡിജിറ്റൽ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇത് വിജയകരമായി നടന്നുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പിന് മുമ്പേ അനിൽ ആന്റണിയുടെ സഹായം കേരള രാഷ്ട്രീയത്തിലും പരീക്ഷിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി നിലവിൽ നവദൂതൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും ഓണററി എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. AK ആന്റണിയുടെ ഭാര്യയായ എലിസബത്ത് ആന്റണിയാണ് നവദൂതൻ ഫൗണ്ടേഷന്റെ സ്ഥാപകയും പ്രസിഡന്റും. ആന്റണിയുടെ മറ്റൊരു മകനായ അജിത് ആന്റണിയും നവദൂതയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. കേരളത്തിലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവൻ ശശി തരൂറാണ്. സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കണമെന്ന് തരൂർ തന്നെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് അനിൽ K ആന്റണിയെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനറായി നിയമിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഉൾപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ സമീപകാലത്ത് ചിലർ പാർട്ടി വിരുദ്ധ ഇടപെടലുകൾ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നീക്കം. പൊതുവിഷയങ്ങളിൽ നടത്തുന്ന പ്രതികരണം പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാകരുത്. പ്രതികരണത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് KPCC നേതൃത്വത്തിന്റെ മുൻകൂർ അനുമതി നേടണം. നേതാക്കളും പ്രവർത്തകരും വരും മാസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകണമെന്നും മറ്റു രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിച്ചു. ഈ മാസം 29-ന് ബൂത്ത് അധ്യക്ഷന്മാരുടെ യോഗം കൊച്ചിയിൽ ചേരും. ആ യോഗത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുമെന്നും മുല്ലപ്പള്ളി അറിയിച്ചു. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗവും KPCC അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗവും ലോക്സഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള നേതാക്കളുടെ യോഗവും ജനുവരി 11-ന് ഇന്ദിരാഭവനിൽ ചേരും. രാവിലെ 9-ന് DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗം, 11 മണിക്ക് ജനറൽ ബോഡി യോഗം, ഉച്ചയ്ക്ക് 2:30-ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ ചാർജുള്ള നേതാക്കളുടെയും ജില്ലാതല സംഘടനാകാര്യ സമിതി അംഗങ്ങളുടെയും യോഗവും ചേരുമെന്ന് മുല്ലപ്പള്ളി അറിയിച്ചു. നവമാധ്യമങ്ങളിൽ പാർട്ടി നേതാക്കൾ ഇടപെടുന്നതിന് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരും. ഇതിനായി ശശി തരൂർ MP റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.